നമസ്തേ, രഞ്ജിത്ത്. ഞാൻ തൃശ്ശൂർ യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ആൻഡ് ഞാൻ ദ ഇന്നർ സയൻസസിൻ്റെ ട്രസ്റ്റ് കൊൽക്കത്ത ഇന്ത്യയുടെ ലൈസൻസ് കൺട്രോളിംഗ് ഓഫീസ് കൽക്കത്തയിലാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വേൾഡ് വൈഡായിട്ട് ഞങ്ങളുടെ ഫൗണ്ടേഷൻസ് വർക്ക് ചെയ്യുന്നു. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വേറെ വേറെ ഫൗണ്ടേഷൻസായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മഹാത്മാ ചോവാക്കോക്സിയുടെ വളരെ 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 എളിയ ഒരു ശിഷ്യനാണ്. മാ ഷാർലറ്റിൻ്റെ ഒരു മകനെപ്പോലെ ഞാനൊരു അമ്മയെപ്പോലെ കണ്ടിട്ടുള്ളതാണ് അവർ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, എന്നെ സഹായിച്ചതും എന്നെ സ്നേഹിച്ചതും എനിക്ക് കൈമാറിയതുമായിട്ടുള്ള ശക്തികൾ കൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് അവരെല്ലാവരും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്നും പ്രാർത്ഥിക്കുന്ന മാസ്റ്റർ ചോവാക്കോക്സിയുടെ ഗുരുവായ മഹാഗുരുജി മീലിംഗ് ചോങ്ചിങ് മീലിംഗിൻ്റെ എൻ്റെ ഗുരുവായ ആത്മാ ചോവാക്കോക്സി എന്നും ശരണാഗതി പ്രാപിക്കുന്ന ഗുരുവിൽ നിന്നുള്ള സഹായം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാസ്റ്ററുടെ ടീച്ചിങ്ങിൽ നിന്നും ഉൾക്കൊണ്ട ആശയങ്ങൾ ഉൾക്കൊണ്ട് ആണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. എൻ്റെ സ്വന്തമായിട്ടുള്ള അറിവൊന്നുമല്ല, ഗുരുക്കന്മാരിൽ നിന്നും കൈമാറി വന്ന അറിവുകൾ തന്നെയാണ്. അത് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. നമുക്ക് സങ്കടങ്ങളുണ്ടാകുന്ന സമയങ്ങളുണ്ട്. നമുക്കെപ്പോഴും ചിലപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും മനുഷ്യന് ഈ സംസാര ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെപ്പോഴും എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് അത് എന്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ പറയുകയാണെങ്കിൽ എല്ലാതും സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പലതും നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. എപ്പോഴും നമ്മെ നയിക്കുന്ന ഈ ശക്തി പ്രഭാവത്തിന് നമുക്ക് ദോഷമുണ്ടാവുക എന്നുള്ളതല്ല. ചിലതൊക്കെ സംഭവിക്കുന്നത് സംഭവിച്ചത് നല്ലതിനായിരുന്നു എന്ന് നമുക്ക് പിന്നീട് അത് മനസ്സിലാവുന്നത് കാണാം. അപ്പോൾ നമുക്ക് ചില സങ്കടങ്ങളുണ്ടാകുക, ചില പ്രാരബ്ധങ്ങളുണ്ടാവുക, ഇങ്ങനെ നമുക്ക് മനസ്സിനൊക്കെ ആകെ അസ്വസ്ഥമായിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ടെക്നിക്സാണ് ഞാൻ വീഡിയോകളിൽ കൂടെ പറയണത്. ചിലപ്പോൾ കോഴ്സുകളെ കുറിച്ച് പറയാനുണ്ട്, വേറെ പല കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സൂര്യഭഗവാനിലേക്ക് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ സമർപ്പണം ചെയ്യുക. സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം വളരെ ശക്തമായ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നിറഞ്ഞ മൂലകങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്നത് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന മൂലകങ്ങളാണ്. ഈ മൂലകങ്ങൾ എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഉപജ്ഞാതമായിട്ട് ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ഗാലക്സികൾ മുഴുവൻ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം തന്നെ ആലോചിക്കുക. അപ്പോൾ ഈ സൂര്യനിൽ നിന്നും കോടാനുകൂടി സൂര്യന്മാരിൽ നിന്നും സൂര്യന്മാർ നമുക്ക് സയൻസിനും കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് ലോകങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് നമുക്കറിയാം. ശാസ്ത്രത്തിന് അത് അറിയാം. ആസ്ട്രോണമി ഈ സയൻറ്റിസ്റ്റുകൾക്ക് അതൊക്കെ അറിയാം. നമുക്കും അത് അറിയാം. അപ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൽ ഈ അത്ര വലിയ ഒരു സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ള പല സങ്കല്പങ്ങൾക്കും അതീതമായിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വാക്കുകളിൽ കൂടെ പറയാൻ പറ്റാത്ത അത്രമാത്രം ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണത്. നമുക്ക് ചിന്തിക്കാനും പറയാനും ഒന്നും സാധിക്കാത്ത വിധം അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുമാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് സൂര്യഭഗവാൻ എന്ന് വിളിക്കാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ മിത്തോളജി, ഇന്ത്യൻ ശാസ്ത്രം, ഇന്ത്യൻ മോഹൻജാദാരോ ഹരപ്പ സംസ്കാരങ്ങൾ, സിന്ധു നദീ സംസ്കാരങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട ജീവിതചര്യകളിൽ ഈ നമ്മെ സഹായിക്കുന്ന എല്ലാത്തിനെയും ദേവന്മാരും ദേവിമാരായിട്ട്
സങ്കല്പമുണ്ട്. അപ്പോൾ ഈ സംസ്കാരങ്ങളിൽ, ഈ സംസ്കാരത്തിലാണ്, മതത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ സംസ്കാരത്തിൽ സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നു, ഊർജം തരുന്നു എന്നുള്ളത്, ഇവിടെ ജീവനുകൾ ഉണ്ടാകുന്നതിന് കാരണം ഈ സൂര്യനാണ് എന്ന്, സൂര്യൻ്റെ പ്രകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നതും നിർത്തുന്നതും നമുക്ക് നമ്മെ അഭിവൃദ്ധിയിലേക്ക്, നമ്മളുടെ ജീവനെ ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് സൂര്യൻ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ സൂര്യനെ നമുക്കൊരു ദേവനായിട്ട് തന്നെ സങ്കല്പിക്കാം. ഈശ്വരൻ നമ്മളെ സഹായിക്കുന്നതാണല്ലോ, സർവേശ്വരൻ നമ്മെ സഹായിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ മതപാരമ്പര്യങ്ങളും സർവേശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മതങ്ങൾക്കൊക്കെ അതീതമാണ് ഈശ്വരൻ. എല്ലാവർക്കും ഒരു ഈശ്വരൻ തന്നെയുള്ളൂ ലോകത്ത്. അത് എന്താണ്, ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ ഉദ്ദേശിച്ചത് സൂര്യനെ കുറിച്ചാണ്. സൂര്യ ഭഗവാനായിട്ട് ഞാൻ പറയുന്നത് അത് നമ്മെ നയിക്കുന്ന, നമുക്ക് ശക്തി തരുന്ന ഒരു പ്രഭാവമായതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ എൻ്റെ പാഠ്യപദ്ധതികളിൽ നിന്നും ഉൾക്കൊണ്ട ആശയമാണ് പറയുന്നത്. നമുക്ക് വല്ലാതെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, പേടി, ഫോബിയാസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിയേഴ്സ് അല്ലേ, പിന്നെ ഹലൂസിനേഷൻസ് ഉണ്ടാവുക, അഡിക്ഷൻ ഉണ്ടാവുക. പല ആളുകളിൽ നിന്നൊക്കെ മയക്കുമരുന്നുകൾ പലതും കഴിച്ച് ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സമർപ്പണമുണ്ടെങ്കിൽ അത് അവരുടെ രീതികൾ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ മാറ്റണമെങ്കിൽ, അവർക്ക് ഒരു പരിഹാരത്തിന്, അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു സാങ്കല്പികമായ ശക്തിയിലേക്ക്, നമുക്ക് ഈ ക്വാണ്ടം തിയറി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്, അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കുക അല്ലെങ്കിൽ അത് വിചാരിച്ചുകൊണ്ട് അതിനെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുന്നുള്ള ഉറപ്പാണ്. ഇന്നത്തെ പുതിയ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഋഷിവര്യന്മാർ കണ്ടെത്തിയ ആശയം തന്നെയായിരുന്നു. മാസ്റ്റർ മഹാത്മാ ചുവാക്സോയി ഇതേ ആശയം തന്നെയാണ് യോഗ പ്രാണവിദ്യയിലൂടെ നമ്മയൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കല്പത്തിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മലിന ഊർജങ്ങൾ, നമ്മുടെ ചിന്തകളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ ഊർജാവസ്ഥയിൽ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് വെറുതെ വിചാരങ്ങളല്ല, അതിനൊരു ഊർജാവസ്ഥയുണ്ട്, അതിനൊരു ഫോമുണ്ട്, അതിനൊരു രൂപമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ ഇതിനെ നമ്മിൽ നിന്നും പുറത്തേക്ക് എടുക്കുക, സങ്കല്പത്തിലെടുക്കുക. നമ്മൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും അവിടെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ സങ്കല്പങ്ങളാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല. സാങ്കല്പികമായി അവിടുത്തെ ഡയറ്റിനെ, അവിടുത്തെ ആ വിഗ്രഹത്തിലേക്ക് കൂടുതൽ ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അമ്പലങ്ങളിൽ. അതിന് ശക്തി പകർന്നു കൊടുക്കുകയാണ് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്. അത് ഏത് മതപാരമ്പര്യങ്ങളിലും വ്യത്യസ്തമായ തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സൂര്യ ഭഗവാനിലേക്ക് ഈ ചീത്ത ഊർജത്തെ, നമ്മൾ കെട്ടിക്കിടക്കുന്ന മലിനോർജ്ജങ്ങളെ, നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന, നമുക്ക് തടസ്സമുണ്ടാക്കുന്ന, പുരോഗതിക്ക് നമ്മെ തടയുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിറഞ്ഞ് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ചീത്ത ഊർജങ്ങളെ, ഏതൊക്കെ തരത്തിലുള്ള ഊർജങ്ങളുണ്ടോ അതിനൊക്കെ നമുക്ക് ഒരു സാങ്കല്പികമായി തന്നെ അതിനെ മനസ്സിലൊന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മിൽ നിന്നും കംപ്ലീറ്റായിട്ട് അതിനെ എടുത്ത് നമ്മുടെ ശിരസിൽ കൂടെയോ നമ്മുടെ ശരീരഭാഗങ്ങളിലെയോ ഒഴിഞ്ഞൊക്കെ നമ്മൾ കളയാൻ അറിയില്ല. കൈൻഡ് ഓഫ് ഹീലിംഗ് നമ്മളതിൽ നിന്ന് നമ്മൾ എടുത്ത് സൂര്യഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. ആ സൂര്യഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, മനസ്സിൽ പറയേണ്ടത് ഇങ്ങനെയാണ്. ചുണ്ടുകളൊന്ന് അനക്കിക്കൊണ്ട് പറയുക, സൂര്യദേവ, സൂര്യഭഗവാനെ, അല്ലെങ്കിൽ സൂര്യനിലേക്ക് ഞാനിതാ എൻ്റെ എല്ലാ തിന്മകളെയും, എൻ്റെ ഉള്ളിലുള്ള കെട്ടിക്കിടക്കുന്ന, എന്നെ ശല്യപ്പെടുത്തുന്ന, എന്നെ സങ്കടപ്പെടുത്തുന്ന, എനിക്ക് തടസ്സങ്ങളുണ്ടാക്കുന്ന, എൻ്റെ അഭിവൃദ്ധിക്ക്
ബ്ലോക്കായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഊർജാവസ്ഥകളെയും ഞാനിതാ സൂര്യ ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാം, ആ ശക്തിയോട്, ആ സൂര്യശക്തിയോട് നമുക്ക് പറയാം, ഭഗവാനെ, ദേവ, അല്ലെങ്കിൽ സൂര്യ തേജസ്, ഇത് അങ്ങ് സ്വീകരിച്ച് ഇതിനെ കരിച്ചു കളഞ്ഞാലും അതിനെ ട്രാൻസ്ഫോർമേഷൻ കൊടുത്താലും നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തതുകൊണ്ട് തന്നെ സൂര്യനും അതിനെ ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റുള്ളൂ, വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അവരുടെ തിന്മയായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്ന് നന്മകളുടെ പ്രസരങ്ങളായി, ഊർജ്ജകണങ്ങളായി അതിനെ മാറ്റാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്കത് സറണ്ടർ ചെയ്യാം, സമർപ്പണം ചെയ്യുക. അപ്പോൾ നമുക്കത് കുറച്ച് തവണകൾ ഇങ്ങനെ നമ്മിൽ നിന്ന് ആ ഊർജ്ജത്തെ കൈകൾ കൊണ്ട് ഒന്ന് സങ്കല്പിച്ച് നമ്മുടെ ശിരസിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നമുക്ക് സൂര്യഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യാം. സമർപ്പണം ചെയ്തുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്ദി പറയണം. ഇതൊക്കെ സ്വീകരിച്ചതിനും അതിന് പരിണാമം ഉണ്ടാക്കി കൊടുത്തതിനും അങ്ങേക്ക് ഞാനിതാ എൻ്റെ ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. നിറഞ്ഞ ബഹുമാനത്തോടെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടിയും ഞാനിത് അങ്ങയിലേക്ക് ഇത് സമർപ്പണം ചെയ്ത് അതിനെ നശിപ്പിച്ച് അതിനെ മാറ്റിയെടുത്ത് അതിനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് തവണകൾ അതിങ്ങനെ ആവർത്തിക്കുക. എന്താണ് നമ്മെ അപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടം, എന്താണ് നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ, അതിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും സങ്കല്പത്തിലെടുത്ത് സൂര്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സൂര്യഭഗവാനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ മാറ്റിയെടുക്കുക. അതിനുശേഷം ഒരു താങ്ക്സ് ഗിവിങ് പ്രയർ ചെയ്യുക. ഇത് എന്നെ സഹായിച്ചതിന് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നെ ശ്രമിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്തേ, രഞ്ജിത്ത്.